ഹായ്, ഇന്നത്തെ പ്ലാസ്റ്റിക് ടാർപ്പായി ഇത് ഉപയോഗശൂന്യമായതാണ്, കീറിപ്പോയതാണ്, ഇതിന് നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു റീയൂസ് ആണ് ഇതിന് നമ്മൾ കണ്ടെത്തുന്നത്. അപ്പോൾ ഗാർഡനിലേക്ക് അടിപൊളിയായിട്ടുള്ള ഒരു കിടില ഐറ്റാണ് നമ്മൾ ഇത് വെച്ചിട്ട് തയ്യാറാക്കുന്നത്. അപ്പോൾ അതെന്താ ചെയ്യുന്നത് നോക്കാം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക്. അപ്പോൾ നമ്മുടെ മുളയുടെ പീസ് നമ്മൾ ഇതേപോലെ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടാർപ്പായ അഥവാ ടാർപോളിൻ എടുക്കാം. അത് നമുക്ക് ഈ മുളയുടെ പീസിൻ്റെ അതായത് നടുഭാഗത്തായിട്ട് നമുക്ക് ചുറ്റിയെടുക്കണം. അപ്പോൾ ഇത് ഇതേപോലെ നമ്മൾ ഒരു ടാർപ്പായ നമ്മൾ ഇതേപോലെ കെട്ടിയെടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് മറ്റൊരു ടാർപ്പായ ഉണ്ട് ഇതേപോലെ തന്നെ. ഈ ടാർപ്പായ നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് നമ്മളിപ്പോൾ കെട്ടിയതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ചുറ്റിയെടുക്കാം. അപ്പോൾ അത് രണ്ട് ടാർപ്പായി നമ്മൾ ഇതേപോലെ കെട്ടിയെടുത്തു. ഒന്ന് അടിഭാഗത്തും നമ്മൾ കെട്ടിയെടുത്തു, ഒന്ന് അതിൻ്റെ മുകൾ ഭാഗത്തും നമ്മൾ ചുറ്റിയെടുത്തു. ഇനി നമ്മൾ ഗാർഡനിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ട് ഇതേപോലെയുള്ള മരത്തിൻ്റെ കുറ്റി നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ആ കുറ്റി അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതൊന്ന് ഇതിൻ്റെ കാലുകളൊന്ന് നമ്മൾ അടയാളപ്പെടുത്തി എടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ രണ്ട് മരത്തിൻ്റെ കുറ്റികൾ അവിടെ നന്നായിട്ട് അടിച്ചമർത്തി എടുക്കുന്നുണ്ട്. ഇനി ഇതാ കുറ്റി അടിച്ച ഭാഗത്ത് നമ്മൾ ഇതേപോലെ ഒരു കുഴി എടുത്തിട്ടുണ്ട്. ആ കുഴിയിൽ നമുക്ക് കോൺക്രീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ആ കുഴി നമ്മൾ കോൺക്രീറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് നമ്മുടെ ടാർപോളിൻ കെട്ടിയ മുള നമ്മളിതാ അതിന് മുകളിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് കെട്ടിയെടുക്കുന്നുണ്ട്. കെട്ടുകമ്പി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിത് കെട്ടിയെടുക്കുന്നത്. അപ്പോൾ രണ്ട് കാലിലേക്കും നമ്മൾ നന്നായിട്ടിത് ടൈറ്റ് ചെയ്ത് കെട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ കെട്ടി ടൈറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് വേണ്ടത് സിമെൻ്റാണ്. സിമെൻറ്റ് നമ്മൾ കുഴമ്പ് രൂപത്തിൽ കലക്കിയെടുത്തിട്ടുണ്ട്. സിമെൻറ്റ് മാത്രമാണ്. അതിനുശേഷം നമ്മൾ ചണച്ചാക്ക് എടുക്കുന്നുണ്ട്. ചണച്ചാക്ക് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ സിമെൻറ്റിൽ നന്നായിട്ട് അത് മുക്കിയെടുത്തതിന് ശേഷം ഈ പ്ലാസ്റ്റിക് മുഴുവനായിട്ട് നമ്മൾ ഈ ചണച്ചാക്ക് കൊണ്ട് പൊതിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുഴുവൻ ഭാഗവും നമ്മൾ സിമെൻറ്റ് മുക്കിയ ചണച്ചാക്ക് കൊണ്ട് പൊതിഞ്ഞെടുത്തു. ഇനി നമ്മളിത് ഇതേപോലെ രണ്ട് വളഞ്ഞ കമ്പികൾ എടുത്തിട്ടുണ്ട്. ഒരു കമ്പി നമ്മളിതാ ഇതേപോലെ മുകൾ ഭാഗത്തേക്ക്, ഒരു കമ്പി നമ്മൾ താഴെ ഭാഗത്തേക്ക് നമ്മൾ ഈ ചാക്ക് തുളച്ച് നമ്മൾ ഇതേപോലെ ഫിറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ കമ്പികളും നമുക്ക് ചണച്ചാക്ക് അതായത് സിമെൻറ്റിൽ മുക്കിയ ചണച്ചാക്ക് കൊണ്ട് ചുറ്റിയെടുക്കണം, അതായത് പൊതിഞ്ഞെടുക്കണം. അപ്പോൾ അത് രണ്ട് ഭാഗത്തേക്കും കൊടുത്ത കമ്പികളും നമ്മൾ സിമെൻറ്റിൽ മുക്കിയ ചണച്ചാക്ക് കൊണ്ട് പൊതിഞ്ഞെടുത്തു. ഇനി നമുക്ക് വേണ്ടത് സിമെൻറ്റും എംസാൻഡും ആണ്. അപ്പോൾ അത് 3:1 എന്ന രീതിയിൽ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം വെള്ളം ചേർത്ത് നമ്മൾ അതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ആ കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാലിൻ്റെ ഭാഗം നമ്മൾ തേച്ച് കൊടുക്കുന്നുണ്ട്. അതേപോലെ നമ്മൾ ഫില്ല് ആവാനുള്ള ലെവൽ ആവാനുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ തേച്ച് ലെവലാക്കിയെടുക്കും. ഇനി നമ്മൾ എടുക്കുന്നത് സിമെൻറ്റ് മാത്രമാണ്. അത് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ എല്ലാ ഭാഗത്തും അത് തേച്ചിട്ട് നന്നായിട്ട് മിനുക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അത് എല്ലാ ഭാഗവും നമ്മൾ സിമെൻറ്റ് തേച്ച് നന്നായിട്ട് മിനുക്കിയെടുത്തു.
ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു പോട്ട് ഇതേപോലെ ഫിറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ പേസ്റ്റ് രൂപത്തിലാക്കിയ സിമെൻറ്റ് കൊടുത്തതിന് ശേഷം നമ്മളിത് ഇതേപോലെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നീട് ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ബാക്കി ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ കണ്ണുകൾ, അതേപോലെ വായ, പിന്നെ നമുക്ക് ഇതിൻ്റെ കൈകളൊക്കെ നമുക്ക് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ അതാ കണ്ണുകൾ, മൂക്ക്, അതേപോലെ വായൊക്കെ നമ്മൾ ശരിയാക്കിയെടുത്തു. പിന്നീട് നമ്മൾ കൈകൾ ഇതേപോലെ ഒരു കൈ നമ്മൾ ഇതേപോലെ പോട്ടിന് മുകളിലേക്ക് നമ്മൾ ചെയ്തെടുത്തു. അപ്പോൾ അതിൻ്റെ വിരലുകളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ കൈ നമ്മൾ അതിൻ്റെ ഊരയിലേക്ക് ഇതേപോലെ കുത്തിവെച്ച രീതിയിലാണ് കൊടുത്തത്. അതും നമ്മൾ വിരലുകളൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സിമെൻ്റൊക്കെ നന്നായിട്ട് സെറ്റ് ആവണം. അതായത് ഒരു 3-4 ദിവസം നമ്മൾ നനച്ചു കൊടുക്കണം. അതിനുശേഷം ഇത് ഉണങ്ങിയിട്ട് വേണം നമുക്ക് പെയിന്റ് ചെയ്ത് എടുക്കാൻ. അപ്പോൾ അത് നമ്മുടെ സിമെൻ്റൊക്കെ നന്നായിട്ട് സെറ്റായി. പിന്നീട് നമ്മൾ 3-4 ദിവസം നന്നായിട്ട് നനച്ചു കൊടുത്തു. പിന്നീട് ഇത് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് പെയിന്റ് ചെയ്തെടുക്കാം. അപ്പോൾ അത് വേസ്റ്റ് പ്ലാസ്റ്റിക് ടാർപോളിൻ വെച്ചുകൊണ്ടുള്ള നമ്മുടെ പോക്രാച്ചി തവള അപ്പോൾ അത് നമ്മുടെ ഗാർഡനിൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പെയിൻ്റൊക്കെ ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. പച്ച കളറാണ് കൊടുത്തത്. മുൻഭാഗത്ത് ഇളം പച്ച, പിന്നെ ബാക്ക് ഭാഗത്തൊക്കെ പച്ച, ഡാർക്ക് പച്ച, പിന്നെ മുകൾ ഭാഗത്ത് നമ്മൾ പോട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ടൈലിൻ്റെ പീസ് വെച്ചിട്ട് സൈഡ് ഭാഗത്ത് ബോർഡർ കൊടുത്തിട്ടുണ്ട്. അടിഭാഗത്ത് നമ്മൾ മെറ്റൽ കൊടുത്തിട്ടുണ്ട്. അതിന് ചുറ്റും നമ്മൾ ഗ്രാസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഗ്രാസൊക്കെ ഇനി വളർന്നു വരണം. അപ്പോൾ വേസ്റ്റ് പ്ലാസ്റ്റിക് ടാർപോളിൻ വെച്ചുകൊണ്ടുള്ള നമ്മുടെ ഈ ക്രാഫ്റ്റ്, അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ എത്തിക്കുക, അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ.